ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്നൊരു ഈവനിങ്ങിൻ്റെ വ്ളോഗാണ് കേട്ടോ. കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ആക്കാനും സപ്പോർട്ടാക്കാനും മറക്കല്ലേ. അപ്പോൾ ഇത് കുട്ടികൾ രണ്ടാൾ വന്നിട്ടുണ്ട്. ഒരാൾ കുറച്ച് ലേറ്റാവും എന്ന് വരാം എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടാൾ വന്നിട്ടുണ്ട്. രണ്ടാൾ വന്നപാടന്നെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അപ്പോൾ യൂണിഫോം മാറ്റുന്നതിന് മുമ്പ്, ചേഞ്ച് ആക്കുന്നതിന് മുമ്പ് തന്നെ അവർ കിച്ചണിലോട്ട് കയറും. എന്നിട്ട് ആദ്യമേ ഒന്ന് ഫ്രഷ് ആവും കേട്ടോ. അത് ഞാൻ ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല നിങ്ങൾക്ക്. അങ്ങനത്തെ കിച്ചണിലോട്ട് വന്നിട്ട് ആദ്യമേ അവർ തുറന്ന് നോക്കുന്നതാണ്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ ഇല്ലാതിരിക്കട്ടെ, സ്പെഷ്യൽ എന്തുണ്ടെന്ന് അവർ വിചാരം. ഞാൻ സാധാരണ അവർക്ക് ഉച്ചക്കേക്ക് എന്തെങ്കിലും ടിഫിൻക്ക് ഞാൻ ചോറാണ് കൊടുക്കൽ. ഒന്ന് സാധാ ചോറ് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫ്രൈഡ് റൈസോ പുലാവോ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഇട്ടിട്ടുള്ള ചോറുണ്ടാക്കി കൊടുക്കും. ഇങ്ങനെ ഈവനിംഗ് ആയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഫ്രൈ ഐറ്റം വളരെ കുറവാണ് ഉണ്ടാക്കാറ്. പിന്നെ ഇന്ന് ഞാൻ അവിൽ മിൽക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തതുകൊണ്ട് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ ഞാൻ മിൽക്ക് മെയ്ഡൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് വെച്ചതാണ്. കാരണം എനിക്ക് കഴിക്കണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയത്. ഒരു 3 മണി നേരത്തായിരുന്നു ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇത് വന്ന പാടന്നെ അവർക്ക് അതും കൊടുത്തു. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക്. അങ്ങനെ ഇത് അവർ രണ്ടുപേരും ചില്ലറ ജോലികളൊക്കെ ഞാൻ അവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് അങ്ങോട്ട് ഞാൻ അവർക്ക് ഇരുന്നവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കാറൊന്നുമില്ല. എന്തെങ്കിലും അവരെ കൊണ്ട് ബൗൾസ്, സ്പൂണ് അങ്ങനത്തെ എന്തെങ്കിലും അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാറുണ്ട്. കാരണം ഇപ്പോൾ ചെറുതല്ലേ, അപ്പോൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ശീലിക്കാമെന്ന് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അവർ കഴിച്ച പാത്രങ്ങളും അവരെ കൊണ്ട് കഴിപ്പിച്ചിട്ടെടുക്കും. ഇന്ന് സോപ്പൊക്കെ ഇട്ടിട്ട് നീറ്റാക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല. ഇന്ന് ചെറുതായിട്ട് അവരെ കൊണ്ട് അവർ തിന്ന ആ പ്ലേറ്റ്സോ ബൗൾസോ അത് അവരെ കൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തിലായെങ്കിലും അത് നീറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് പിന്നെ അവർക്ക് കഴിക്കാനുള്ള പാത്രങ്ങളും ഞാൻ ലീവുള്ള ദിവസങ്ങളിൽ അത് അവരെ കൊണ്ട് തന്നെ എടുപ്പിക്കാറുള്ളതാണ്. പിന്നെ ഇങ്ങനെ വന്ന പഠനം ടിഫിൻ എടുത്തിട്ട് അത് അവരെ കൊണ്ട് തന്നെ ഒന്ന് കഴുകി വെക്കും. കാരണം സ്കൂളിൽ കഴുകാനുള്ള ആ ഒരു ഫെസിലിറ്റി അവർക്കില്ല കേട്ടോ. അവിടെ ടിഫിനിലോട്ട് ഇങ്ങനെ എന്തെങ്കിലും ബാക്കി വന്ന കുട്ടികളൊക്കെ ആ വാഷ് ബേസിൽ തന്നെ എല്ലാം ഇട്ട് കളയുമെന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങനത്തെ ഫെസിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ടിഫിൻ ബോക്സ് വന്നപ്പാടനെ അവരെ കൊണ്ട് ഞാൻ നീറ്റാക്കി കളയും. എന്നിട്ട് എല്ലാം റെഡിയായി തിന്നുന്നതെല്ലാം കഴിഞ്ഞു, കുളിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരാളിപ്പോൾ വന്നതാണ്, അതാണ് യൂണിഫോമിൽ തന്നെ ഉള്ളത്. മറ്റ് 2 പേരുടെ ബാക്കി ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മദ്രസയിലോട്ട് പോകുന്ന ആ നേരത്തിന് ഞാനൊരു പുഡിങ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ക്രീം പുഡിങ്. ഇത് എല്ലാ ദിവസവും ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നാൾ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. പിന്നെ എന്തായാലും എനിക്ക് ഈവനിങ്ങൾക്ക് അവർ വന്നിട്ടുള്ള ആ വിശേഷങ്ങളൊന്നും ഇങ്ങനെ വീഡിയോസ് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിപ്പോൾ ക്രീമി പുഡിങ്ങാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി കൊടുക്കുക. എന്നിട്ട് അതും കഴിച്ചിട്ട് ഇനിയിപ്പോൾ മദ്രസയിലോട്ട് പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് സ്കൂൾ വിട്ട് വന്നിട്ടുള്ള ആ നേരത്തുള്ള ചില ജസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ക്ലിപ്പാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചിരിയെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാർക്കെങ്കിലും ഇട്ടിട്ട് ജസ്റ്റ് സ്മൈലായിട്ടുള്ള സിമ്പിളായിട്ട് ഇട്ടിട്ടെങ്കിലും ഒന്ന് സപ്പോർട്ടാക്കാം. എന്നാലേ എനിക്ക് സപ്പോർട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ആക്കാനും മറക്കല്ലേ. അപ്പോൾ എന്തായാലും ഞാനിവിടെ വൈൻഡപ്പ് ആക്കാം. ടേക്ക് കെയർ. ഖുദാഫീസ്. ബൈ.